എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 2 ACPമാരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. ഫോൺ രേഖകളും വാട്സാപ്പ് ചാറ്റുകളും ഗൂഗിൾ പേ ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൊച്ചിയിലെ ഹോട്ടലിൽ ഡാൻസ് ഓഫ് ടീം പരിശോധനയ്ക്കെത്തിയപ്പോൾ ഇറങ്ങി ഓടിയതിൽ വിശദീകരണം തേടാനാണ് നടനെ ചോദ്യം ചെയ്യുന്നത്. സുധീഷിലേക്ക് പോകുന്നു. സുധീഷ്, 2 മണിക്കൂർ പിന്നിടുകയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട്. എന്തെങ്കിലും രീതിയിലുള്ള നിർണായക തെളിവുകളോ സാധ്യതകളോ പോലീസിന് ലഭ്യമാകുന്നതായി വിവരം ലഭിക്കുന്നുണ്ടോ? ധോണി, ഇപ്പോൾ 2 നിർണായക കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒന്ന്, എന്തിനോടി എന്നത് സംബന്ധിച്ച വിശദീകരണം നൽകുമ്പോൾ അത് ഡാൻസ് ഓഫ് സംഘമല്ല, മറിച്ച് ഗുണ്ടകളാണ് എത്തിയതെന്ന ധരിച്ചാണ് താൻ ഓടി രക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസ് തന്നെ മറുചോദ്യം ചോദിക്കുന്നുണ്ട്. ഗുണ്ടകൾ വരാനുള്ള ഏതെങ്കിലും സാഹചര്യമുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയുന്നില്ല. അതിൽ തന്നെ ആക്ഷേപിച്ച് പോലീസ് തിരിച്ചു ചോദിച്ചത്, വന്ദന കൊല്ലത്ത് കൊട്ടാരക്കുരയിൽ ഒരു ഡോക്ടറെ കുത്തിക്കൊന്നത്, സന്ദീപ് എന്ന യുവാവ് ഒരു അധ്യാപകൻ കുത്തിക്കൊന്നത് ആരോ കൊല്ലാൻ വരുന്നു എന്ന് ഭയന്നാണ്, അത് ലഹരിക്ക് അടിപ്പെട്ടായിരുന്നു, അതുപോലെ തോന്നിയതാണോ എന്നതായിരുന്നു ഒരു ചോദ്യം. എന്നാൽ താൻ ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്നതാണ്. എന്നാൽ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ടപ്പോൾ ഗുണ്ടകളാണെന്ന് കരുതി ഓടി രക്ഷപ്പെട്ടു എന്നതാണ് നൽകിയ മറുപടി. ഇതേ സമയം തന്നെ ഷൈൻ ടോം ചാക്കോയുടെ ഒരു ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് വിദഗ്ധമായി പരിശോധിക്കുകയാണ്. അത് ആ ഫോണിലൂടെ നടത്തിയ വിവിധ ഇടപാടുകൾ, അതോടൊപ്പം തന്നെ മറ്റ് വാട്സാപ്പ് ചാറ്റുകൾ, അതോടൊപ്പം തന്നെ ഫോൺ കോൾ വിവരങ്ങൾ, ഗൂഗിൾ പേ പോലുള്ള തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഇതെല്ലാം പരിശോധിക്കുന്നു. അത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ ഷൈൻ ടോം ചാക്കോ 3 ഫോണുകൾ ഉപയോഗിച്ചിരുന്നു എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ അതിൽ ഒരു ഫോൺ മാത്രമാണ് ഹാജരാക്കിയിരിക്കുന്നത്. ഇതിന് ഷൈൻ ടോം ചാക്കോ പറയുന്ന മറുപടി, മറ്റ് 2 ഫോണുകൾ അച്ഛനും അമ്മയും ഉപയോഗിക്കുന്ന ഫോണുകളാണ്, അത് ഹാജരാക്കേണ്ടതില്ലല്ലോ, എന്നാൽ അതിൽ വിളിച്ചാലും എന്നെ കിട്ടാറുണ്ടായിരുന്നു എന്ന് മാത്രമാണ്. അത് അവർ സമീപത്തുണ്ടെങ്കിൽ മാത്രമാണ് താനുമായി അത്തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നതെന്നുമുള്ള മറുപടിയാണ് നൽകുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ പൂർണ്ണമായ ഒരു വിശ്വാസത്തിൽ പോലീസ് എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കും കൂടുതൽ നടപടികളിലേക്കും പോലീസ് കടക്കുമോ എന്നതും നോക്കി കാണേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും ഏറ്റവും നിർണായകമായി ഇതുവരെയും ഉയർന്ന ഒരു ചോദ്യം, ഓടി രക്ഷപ്പെടാനുണ്ടായ സാഹചര്യം എന്ത് എന്നതാണ്. അതിന് വളരെ വിദഗ്ധമായി ഷൈൻ ടോം ചാക്കോ നൽകിയിരിക്കുന്ന മറുപടിയാണ്. ഗുണ്ടകളാണെന്ന് ധരിച്ചാണ് ഓടി രക്ഷപ്പെട്ടത്, യൂണിഫോമിലായിരുന്നില്ല പോലീസ് എത്തിയത്, അപ്പം ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് തെറ്റിദ്ധരിച്ചു, അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്ന ഒരു മറുപടിയാണ് നൽകിയിട്ടുള്ളത്. അത് സംബന്ധിച്ചും കൂടുതൽ ചോദ്യങ്ങൾ പോലീസ് ഉന്നയിക്കുന്നുണ്ട്. അതിനൊന്നും തന്നെ കൃത്യമായ ഒരു മറുപടി നൽകുന്നില്ല എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഈ ഷൈൻ ടോം ചാക്കോ ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ആൾക്കാരുമായി ഉള്ള അവരുടെ പശ്ചാത്തലങ്ങളും അവരുടെ ലഹരി മരുന്ന് വിതരണവുമായും മറ്റും ബന്ധപ്പെട്ട ഒരു കേസ് നേരത്തെ ഉണ്ടായവരടക്കമുള്ളവരുടെ അതുമായി എല്ലാം ബന്ധപ്പെട്ടും വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഈ ചോദ്യം ചെയ്യൽ വളരെ വിശദമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ തന്നെ പിഴവുകൾ സംഭവിക്കുന്നില്ല, വീഴ്ചകൾ സംഭവിക്കുന്നു ഷൈൻ ടോം ചാക്കോയുടെ മറുപടികളിൽ എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്നാൽ ഈ ഗുണ്ടകളെന്ന് ധരിച്ചാണ് ഓടിയെന്നതിന് അതിനെ അല്ല എന്ന് തെളിയിക്കുന്നതിന് പോലീസിന്റെ കൃത്യമായ തെളിവുകൾ ഇല്ലതാനും. ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.